മക്കളെ പിരിക്കും സനാതനം നിശ്ചയം ഒഴിക്കപ്പെട വേണ്ടും. അഥവാ ആളുകളെ തമ്മിൽ പിരിപ്പിക്കുന്ന ഈ സനാതനം എന്ന് പറയുന്ന ഒരു സംഗതി നിശ്ചയമായിട്ടും എറാഡിക്കേറ്റ് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞ് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇതാദ്യമായിട്ടല്ല ഇദ്ദേഹം സനാതനത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സനാതനം എന്ന് പറയുന്നത് ഡെങ്കു, മലേറിയ പോലെയുള്ള ഒരു പകർച്ചവ്യാധിയാണെന്നൊക്കെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ തെരുവിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റേഴ്സിൽ ആൾക്കാർ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നു. അണ്ണാമലയെ പോലെയുള്ള ലീഡേഴ്സ് ആദ്യം സ്വന്തം അമ്മേനെ ക്ഷേത്രത്തിലോട്ട് വിടാണ്ടിരിക്കാനൊക്കെ ശ്രമിക്കൂ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ എന്നുള്ള രീതിക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ വീണ്ടും ഇത് വിവാദങ്ങൾക്കും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കുമൊക്കെ വഴിയൊരുക്കിയിരിക്കുകയാണ്. അപ്പം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ വിയോജിക്കണോ യോജിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെന്റിനോട് 100% വിയോജിച്ചുകൊണ്ട് അതിനുള്ളിലുള്ള ചില പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചില നല്ല വശങ്ങളെ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താരീതി. അപ്പം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. സോ നമ്മൾ അതിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്താണ് സനാതന ധർമ്മം, എവിടെയാണ് ഈ ഒരു രീതിയിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടായത്, എന്തൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് പിന്നീട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഒപ്പം തന്നെ പറയട്ടെ, ഈ കൾച്ചറിൽ ജനിച്ചു വീണിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനും എന്നുള്ളതിനെ കൊണ്ട് നമ്മുടെ കൾച്ചറിനകത്തുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ തിരുത്താനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഭരണഘടനാപരമായിട്ട് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കലല്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് സനാതനം എന്ന് പറയുന്ന, സനാതന ധർമ്മ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയൻ ആണോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഒന്നാമത്തെ കാര്യം, സെമറ്റിക് റിലീജിയൻസിലൊക്കെ ഉള്ളതുപോലെ ഒരു പുസ്തകം, ഒരു റിലീജിയസ് ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ പ്രവാചകൻ എന്നൊന്നും പറയുന്ന കോൺസെപ്റ്റ്സ് ഈ നമ്മളുടെ ഈ ഒരു ഹിന്ദു കൾച്ചറിലുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ലിവിങ് ഇവർക്കില്ല ഇൻ ദ സെൻസ് ഞാനടക്കമുള്ള ആളുകൾക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെ ഹിന്ദു എന്നും നമ്മളുടെ ജീവിത രീതിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആചാരങ്ങളെയും സംഭവങ്ങളൊക്കെ ഹിന്ദു റിലീജിയൻ എന്നൊക്കെ വിളിച്ചിട്ടുള്ളത് ഫോറിനേഴ്സാണ്. അപ്പം അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് എവിടെയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഹിന്ദു ഫിലോസഫി ടെക്സ്റ്റ് ബുക്കുകളിലകത്തൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള റെഫറൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് തുടങ്ങുന്നത് 1500 BCE അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വേദിക് കാലഘട്ടം തൊട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ പുസ്തകങ്ങളെ സ്മൃതി എന്നും സൂത്ര എന്നുമൊക്കെയാണ് തരംതിരിച്ചിട്ടുള്ളത്. സൂത്രങ്ങളിലാണ് വേദങ്ങൾ, ഉപനിഷത്തുകൾ പോലെയുള്ള പഴയ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ സ്മൃതിയിൽ ആളുകൾക്കൊക്കെ മനുസ്മൃതി എന്നാണ് എന്തായാലും നന്നായിട്ട് അറിയാമായിരിക്കും. അവിടെയാണ് ചില അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള കുഴപ്പങ്ങൾ കിടക്കുന്നതും. അപ്പം എല്ലാവർക്കും അറിയാലോ, മനുഷ്യർ എന്ന് പറയുന്ന ആളുകൾ അത്രയ്ക്കും എല്ലാ കാലത്തും അത്ര നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. നമുക്കും ഗ്രീഡ് വരും, അസൂയ വരും, സെൽഫിഷ്നെസ് വരും, ഈവിൾ തോട്ട്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ജീവിക്കേണ്ടത് എന്നുള്ള രീതിക്ക് ശരിയായ ജീവിതം പഠിപ്പിക്കുന്ന പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എഴുതപ്പെടേണ്ടി വരുന്നത്. അപ്പം വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ, സനാതന എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എറ്റേണൽ അഥവാ ടൈംലെസ്, കാലത്തിന് അതീതമായതെന്നും, ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്, കോസ്മിക് ലോസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡ്യൂട്ടി അഥവാ റൈറ്റ് വേ ഓഫ് ലിവിങ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരാൾ ശരിക്ക് ജീവിക്കേണ്ടുന്ന ഒരു ജീവിത രീതി എന്നുള്ളതും കൂടിയാണ്. അതായത് കാലങ്ങൾക്ക് അതീതമായിട്ട് നിലനിൽക്കേണ്ടുന്ന ഒരു മനുഷ്യൻ ശരിക്കും ജീവിക്കേണ്ടുന്ന ജീവിത രീതികളെ കുറിച്ചിട്ടൊക്കെയാണ് സനാതന ധർമ്മത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് മറ്റ് സഹജീവികളോട് തോന്നുന്നുണ്ടെന്ന കമ്പാഷൻ, ഒരു മനുഷ്യന് സമൂഹത്തിനോടും അയാളുടെ കുടുംബത്തിനോടും ജീവിതത്തിനോടുമൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റീസ്, അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തു തീർക്കേണ്ടുന്ന കർമ്മങ്ങൾ, ഒരു സമൂഹത്തിൽ അയാൾ ഇടപെടേണ്ടുന്ന രീതികൾ, പിന്നെ മോക്ഷ പോലെയുള്ള കോൺസെപ്റ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പെടുന്നുണ്ട്. അഹിംസ അടക്കം, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക എന്നുള്ള കാര്യമടക്കം.
അപ്പം സനാതനധർമ്മത്തിൽ ശരിക്കും ഒരു വ്യക്തിനെ പഠിപ്പിക്കുന്നത് അയാൾ എങ്ങനെ സൊസൈറ്റിയിൽ എത്തിക്സോടുകൂടി ഏറ്റവും നല്ല രീതിക്ക് സ്വന്തം ഡ്യൂട്ടീസ് ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ജീവിത രീതിയാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. ഇതിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അത്രയും പറയാനുള്ള സമയമോ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള വേദങ്ങളിലും ഉപനിഷത്തുകളിലുമുള്ള നോളേജോ എനിക്കില്ല. അപ്പോൾ അത് ആദ്യമേ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതാണ് സനാതനധർമ്മം എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യമേ പറയട്ടെ. സോ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇനി എവിടെയാണ് പ്രോബ്ലംസ് തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് തൊട്ട് ലെയേഴ്സ് തെറ്റാൻ തുടങ്ങിയെന്നും കൂടെ പറയേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ഈ ചാതുർവർണ്ണ്യം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിനകത്ത് നമുക്കറിയാം ഋഗ്വേദത്തിൽ ആദ്യമായിട്ട് ഋഗ്വേദത്തിനകത്താണ് മനുഷ്യരെ 4 ലെയേഴ്സ് ആയിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബ്രാഹ്മിൻസിൻ്റെ, അതുപോലെ തന്നെ വൈശ്യര്, ശൂദ്രര്, അതുപോലെ തന്നെ ക്ഷത്രിയർ എന്നൊക്കെയുള്ള രീതി. ശരിക്കുള്ള ഓർഡർ പറയുകയാണെങ്കിൽ ബ്രാഹ്മിൻസ്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് ഒരിക്കലും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നില്ല. ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും സൊസൈറ്റിയിൽ ചെയ്യേണ്ടുന്ന ജോലികളൊക്കെ ആയിരുന്നു. അപ്പം അതിനകത്ത് ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ പൂജാവിധികൾ ചെയ്യുക, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു അവർ. ക്ഷത്രിയർ എന്ന് പറയുന്നവർക്ക് ആ ഒരു നാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വാരിയേഴ്സ് ആയിട്ട് നിൽക്കുക, അതിനെ റൂൾ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വൈശ്യർ എന്ന് പറയുന്നത് ആ നാടിൻ്റെ എക്കണോമിക് സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ട് പോകുന്ന അവിടുത്തെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ശൂദ്രർ എന്ന് പറയുന്നത് ഒരു നാടിന് വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള ലേബേഴ്സ്, ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ആൻഡ് ഇതിനകത്ത് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ജനിക്കുമ്പം ചിലപ്പോൾ അയാൾ ഒരു എന്താ പറയുക താഴെത്തട്ടിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളും മറ്റും ചെയ്യാൻ പറ്റുന്ന ശൂദ്രരെ പോലെയുള്ള ഒരാളാണെങ്കിലും അയാൾക്ക് അയാളുടെ ഗുണങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ പഠിക്കാനുള്ള താല്പര്യം കൊണ്ട്, യുദ്ധം ചെയ്യാനുള്ള താല്പര്യങ്ങളെ കൊണ്ട്, അയാൾക്ക് അയാളുടെ കഴിവുകളെ കൊണ്ടൊക്കെ സമൂഹത്തിൻ്റെ ഏത് ലെയറിലോട്ട് വേണമെങ്കിലും ഉയർന്നു വരാം എന്നുള്ളതായിരുന്നു ആ ഒരു കോൺസെപ്റ്റ്. അതിൻ്റെ ഇടയിൽ ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വേദിക് പീരീഡ്സ് ഒക്കെയാണ്. അന്നൊന്നും മനുഷ്യരുടെ ഇടയിൽ പ്രശ്നങ്ങളോ അവരുടെ ഇടയിൽ ഡിസ്ക്രിമിനേഷൻസോ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. പിന്നീട് എപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ ചോദിച്ചാൽ ഏകദേശം ഒരു 200 CE കാലഘട്ടമൊക്കെ ആയപ്പോഴാണ് ധർമ്മശാസ്ത്ര അതുപോലെ തന്നെ മനുസ്മൃതി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ മനുസ്മൃതി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലോ ആൻഡ് ഓർഡർ പോലെയുള്ള ഒരു പുസ്തകമൊക്കെയാണ്. സൊസൈറ്റിയിൽ ജീവിക്കേണ്ടുന്ന ലോസ്, അതുപോലെ തന്നെ ഓരോരോ ആൾക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ആരൊക്കെ എവിടെയൊക്കെ നിൽക്കണു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നത് ഈ ഒരു എന്താ പറയുക മനുസ്മൃതി എന്ന് പറയുന്നതിനകത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൊസൈറ്റിയുടെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർക്ക് സ്വാർത്ഥമായിട്ടുള്ള തങ്ങൾ പ്രിവിലേജ്ഡ് ആണെന്നുള്ള തോട്ട്സ് ഒക്കെ വരുന്നത്. അപ്പം അങ്ങനത്തെ കുറേ തോട്ട് പ്രോസസ്സൊക്കെ ഈ മനുസ്മൃതിക്കകത്ത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനകത്ത് കുറേ അധികം അതിന് വന്നപ്പോഴാണ് ഒരാൾ ജനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും, ആളുകളെ കാസ്റ്റിൻ്റെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന പരിപാടിയും, അതുപോലെ തന്നെ ലെയേഴ്സായിട്ട് തിരിച്ചിട്ട് ഇന്ന ആൾക്കാർ സൊസൈറ്റിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വരാൻ തുടങ്ങിയത് അപ്പോഴാണ്. അപ്പം അങ്ങനെ സൊസൈറ്റിയുടെ താഴെ തട്ടിൽ കിടക്കുന്ന ആളുകളെ കാസ്റ്റിൻ്റെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് അവർക്ക് പല കാര്യങ്ങളും നിഷിദ്ധമാക്കാൻ തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ താഴെ ലെയറിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. അതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് ക്ഷേത്രങ്ങളിലും മറ്റും കടക്കുന്നതിൽ നിന്ന് അവർ വിലക്കപ്പെട്ടു. അതേപോലെ തന്നെ അവർ അൺടച്ചബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ആരംഭിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പം അതിൻ്റെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഒരു അധപ്പതനം ഇന്ത്യയിലെ ഒരുപാട് വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വിദ്യാഭ്യാസം, ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നമനത്തിൽ ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ഒരാളിനെ ഈക്വലായിട്ട് കാണാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ 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 മോശമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ആണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ മനുസ്മൃതിക്കകത്ത് സ്ത്രീകളെയും ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ പാട്രിയാർക്കൽ കോൺസെപ്റ്റ് തുടങ്ങുന്ന അവിടെയാണ്. സ്ത്രീ എന്ന് പറയുന്ന ആൾ ഒന്നുകിൽ അച്ഛൻ്റെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ, അല്ലെങ്കിൽ മകൻ്റെ അണ്ടറിൽ ജീവിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോഴാണ് സ്ത്രീകൾക്ക് പ്രോപ്പർട്ടിയിൽ, അതുപോലെ തന്നെ ലോയിൽ മുതലായിട്ടുള്ള കാര്യങ്ങളിലുള്ള അധികാരങ്ങളിലൊക്കെയുള്ള അവരുടെ അവകാശങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയത് ഈ ഒരു ലോ ആൻഡ് ഓർഡർ പുസ്തകത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് വ്യക്തികൾ ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ
സാമ്പത്തികമായും കൾച്ചറലായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും അവരൊരുപാട് അതപ്പതിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എല്ലാ ആൾക്കാരും, ഈ സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരും, ഈ കൾച്ചറിൽ ജീവിച്ച് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് നമ്മളല്ല ഇതൊക്കെ ചെയ്തത്, പക്ഷേ ഇവരെ സമൂഹത്തിൻ്റെ ഉയർന്ന തട്ടിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പം ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ കാര്യത്തിലുണ്ടെങ്കിൽ അതിനോട് നമ്മൾ യോജിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് സനാതനത്തിനെ അല്ല തുടച്ചു നിൽക്കേണ്ടത്. സനാതനം അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിനകത്ത് വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് സ്മൃതികളിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഒറിജിനൽ സനാതന ധർമ്മ എന്ന് പറയുന്ന വളരെ വയസ്സായിട്ട് ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ശ്രീ ബി ആർ അംബേദ്കർ, അദ്ദേഹം 1927 ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പബ്ലിക്കായിട്ട് മനുസ്മൃതി കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. ആൻഡ് ഇതിനുള്ളിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഹിന്ദു എന്ന് പറയുന്ന കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ഫിലോസഫികളെ കുറിച്ചിട്ടോ അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടോ ഐഡിയ ഇല്ലാത്തതാണ് ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരുമ്പം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ കുറച്ചെങ്കിലും ഒക്കെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തിലെ എല്ലാ സ്ഥലത്തുമുള്ള എന്താ പറയുക ഇന്ത്യക്കാരെല്ലാവരും ഇത്തരത്തിലുള്ള മനുസ്മൃതി പോലെയുള്ള ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നവരല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതിൽ തന്നെ പല ആൾക്കാരും അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെതിരെ പോരാടാനും തയ്യാറായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാലത്തുള്ള ഈ ഒരു ജനാധിപത്യം, ഫ്രീഡം, അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ അവകാശങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതിൽ നമ്മൾ എന്തെടുക്കണം എന്ന് ചോദിച്ചാൽ, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, ഇന്ന ആൾക്കാർ സൊസൈറ്റിയുടെ താഴെ ലെയറിൽ ജീവിക്കേണ്ടവരാണ്, ഇന്ന ആൾക്കാർ അത്രയും അങ്ങോട്ട് ഡീസൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടവരല്ല എന്നൊക്കെയുള്ള ചിന്തകൾ, വളരെ മോശമായിട്ടുള്ള ചിന്തകൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് പിഴുത് കളഞ്ഞേ മതിയാവും. ഇതെടുത്ത് പറയാൻ കാരണം, നിങ്ങൾ എത്ര പേര് മധുര മനോഹര മോഹം എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞോടാ എനിക്ക്. അതിനകത്ത് ബിന്ദു പണിക്കർ ചെയ്തിട്ടുള്ള ക്യാരക്ടർ വീട്ടിൽ മീൻകാരി വരുമ്പം അവർക്ക് വെള്ളം കൊടുക്കുന്ന ഗ്ലാസ് മാറ്റുന്ന ഒരു സീനുണ്ട്. അതായത് ആ വീട്ടിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഗ്ലാസ്സിലാണെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെയാണ് അവർ വെള്ളം കൊടുക്കുന്നത്. അതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. പല ആളുകളോട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ചെയ്യുന്നത്, കണ്ടു നിൽക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്റീവ് തോട്ട് പ്രോസസ്സുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരെ ഒറിജിനലി എന്താണ് സനാതന ധർമ്മം എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അവരുടെ ആ ഒരു ഡിസ്ക്രിമിനേറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ജാതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആളുകൾ താഴെ തട്ടിക്കിടക്കുന്നവരാണ്, ഇന്ന ആൾ പ്രിവിലേജ്ഡ് ആണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ്, ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പറിച്ചു കളയേണ്ടുന്ന കാലം പണ്ടേ അതിക്രമിച്ചു കഴിഞ്ഞു. പുതിയ ജനറേഷനിലുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെ അയാൾ ഏത് കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ അയാളെ ജഡ്ജ് ചെയ്യരുത്. നമ്മളെപ്പോഴും ആ ഒരു വ്യക്തിനെ നമ്മൾ നോക്കേണ്ടത് അയാൾ മുന്നോട്ട് വയ്ക്കുന്ന അയാളുടെ ക്യാരക്ടർ, അയാളുടെ ഉള്ളിലെ സ്നേഹം, അതുപോലെ തന്നെ അയാളുടെ ക്വാളിറ്റീസ് എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഒരു മനുഷ്യനായിട്ടിരിക്കുമ്പം നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളൊരു നല്ലൊരു സിസ്റ്റം കണ്ടക്ട് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും വൃത്തിയായിട്ട് ജീവിച്ചു പോവുക എന്നുള്ളൊരു കാര്യമാണ് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് വേറൊരാൾ പ്രിവിലേജ്ഡ് ആണെന്നോ നമ്മൾ സ്വയം അണ്ടർ പ്രിവിലേജ്ഡ് ആണെന്നോ ഒന്നും ചിന്തിച്ചേക്കരുത്. ഈ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശം, പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നമ്മൾ. സൊസൈറ്റിയുടെ പല കാലഘട്ടങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ നിഷേധിച്ചപ്പോൾ അതിനനുസരിച്ചിട്ട് പല വ്യക്തികളും ഉയർന്നു വരികയും പല ശക്തികൾ സംഘടിക്കപ്പെടുകയും അതിനെതിരെ പോരാടുകയും ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മളുടെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം ആ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പം ആ ഒരു പോർഷനോട് മാത്രമാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതിൽ നമുക്ക് യോജിക്കാൻ പറ്റുക. പക്ഷെ അതിന് അദ്ദേഹം ഉദ്ദേശിച്ച ടേം കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എന്നതിന് പകരം ഹി യൂസ്ഡ് സനാതൻ. അത് പാടില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം സനാതൻ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ശരിക്കും വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റിലാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതായിട്ടുള്ളത്. സോ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക, പ്രശ്നങ്ങളെ ഇല്ലാണ്ടാക്കുക, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു മെസ്സേജും കൂടിയാണ് ഈ ഒരു വീഡിയോയ്ക്കുള്ളിലൂടെ
ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നൂറ്റാണ്ടുകളൊക്കെ മാറി, കാലഘട്ടമൊക്കെ മാറി, മനുഷ്യർ മാർസിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ നീചമായിട്ടുള്ള കോൺസെപ്റ്റുകളിനോട് നമ്മൾ ബൈ ബൈ പറയുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെയധികം എന്താ പറയുക, ഭംഗിയിൽ ജീവിക്കേണ്ട കോൺസെപ്റ്റുകളിനെ ഉള്ളിലോട്ടെടുക്കാം.